നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൊള്ളയ്ക്ക് താഴേക്ക് ഒരു തുള്ളി വെള്ളം ഇറക്കാനില്ല. ഇന്ത്യയെ വിളിച്ച് നിലവിളി തുടങ്ങി പാകിസ്ഥാൻ. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി പിൻവലിക്കണമേ എന്ന് പാകിസ്ഥാൻ ഭരണകൂടം ഇപ്പോൾ മോങ്ങൽ തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ ഒരു ഇഞ്ച് പിന്നോട്ടേക്ക് പോകാൻ ഇന്ത്യ തയ്യാറല്ല. ഇന്ത്യയുടെ കാല് പിടിച്ച് ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയം സെക്രട്ടറി സയ്യിദ് അലി മുർത്താസ ഇന്ത്യയുടെ ജലവിഭവ മന്ത്രാലയ സെക്രട്ടറിക്ക് കത്തെഴുതിയതായി റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വിഷയം ചർച്ച ചെയ്യാൻ പാകിസ്ഥാൻ തയ്യാറാണ് എന്നാണ് കത്തിലുള്ളത്. കരാർ മരവിപ്പിച്ച തീരുമാനം രാജ്യത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ഇന്ത്യക്ക് അയച്ച കത്തിൽ പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യക്ക് മുന്നിൽ സകല അടവും പിഴച്ച് ഇപ്പോൾ മുട്ടുകുത്തി നിലവിളിക്കുകയാണ്. ഇന്ത്യയോട് എന്തൊക്കെ വെല്ലുവിളികളായിരുന്നു. ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിരവധി കമന്റുകൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതൊന്നും ആയിരുന്നില്ലല്ലോ നീ മുമ്പ് പറഞ്ഞത് എന്നാണ്. അതായത് സിന്ധു നദിയിൽ കൈവച്ചാൽ നദിയിലൂടെ ഇന്ത്യക്കാരുടെ ചോര ഒഴുക്കുമെന്നായിരുന്നു പാകിസ്ഥാന്റെ വെല്ലുവിളി. ഇപ്പോൾ ആ ഭീഷണിയൊന്നും പുറത്ത് കാണുന്നില്ലല്ലോ എന്നാണ് മലയാളികളും അതുപോലെ തന്നെ നിരവധി ഇന്ത്യക്കാരും സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ ഇടുന്നത്. സിന്ധു നദിയിൽ ഇന്ത്യ കടുത്ത നിലപാടുകൾ എടുത്തതോടെ പാകിസ്ഥാനിൽ വലിയ പ്രതിസന്ധികളാണ് ഉടലെടുത്തിരിക്കുന്നത്. കർഷകർ ഉൾപ്പെടെ ഇപ്പോൾ പാക് ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ജനങ്ങൾ തെരുവിലേക്കിറങ്ങി പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ സാമ്പത്തികമായും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എത്തിയിരിക്കുകയാണ്. ഇതോടെയാണ് ഇന്ത്യക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞ് ഇപ്പോൾ കരാർ മരവിപ്പിച്ച നടപടി പിൻവലിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് മുന്നിൽ കൈതൊഴുത് നിൽക്കുന്നത്. പഹൽഗാമിലുണ്ടായ 26 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് പിന്നാലെ ഏപ്രിൽ 23-നാണ് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതടക്കമുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിച്ചത്. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ ഉപേക്ഷിക്കുന്നതുവരെ കരാർ മരവിപ്പിക്കാനായിരുന്നു ഇന്ത്യയുടെ തീരുമാനം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജലം പങ്കിടലിനായി നിലവിലുള്ള കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനം പിൻവലിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീകരവാദവും സിന്ധു നദീജലം പങ്കിടൽ കരാറും ഒരുമിച്ച് പോകില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നയം. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യയുടെ സിന്ദൂർ ഓപ്പറേഷന് ശേഷം ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോഴും രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന് തന്നെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആവർത്തിച്ചു പറഞ്ഞത്. പാകിസ്ഥാനെതിരെ ശക്തമായ നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സിന്ധു നദീജല കരാർ. 1960-ലെ കരാർ റദ്ദാക്കിയതാണ് ഇന്ത്യ സ്വീകരിച്ച, അതായത് പാകിസ്ഥാന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അടി. ഇത് പാകിസ്ഥാന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ആ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ പ്രതിസന്ധിയായി തല ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനിൽ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പാക് ഭരണകൂടം ഇന്ത്യയോട് നിലവിളിച്ചുകൊണ്ട് കാൽക്കൽ വീണിരിക്കുന്നത്. സത്യത്തിൽ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കാനും പാകിസ്ഥാനെ അടിയറവ് പറയിക്കാനും ഇന്ത്യ സൈനിക നടപടിയൊന്നും എടുക്കേണ്ട കാര്യമില്ല. നയതന്ത്രപരമായി പല നടപടികളും കരാറുകളും അവസാനിപ്പിച്ചാൽ തന്നെ, മരവിപ്പിച്ചാൽ തന്നെ പാകിസ്ഥാന്റെ പകുതി ഗ്യാസ് പോകും. ആ അവസ്ഥയാണ്. എന്നിട്ടാണ് ഇന്ത്യയെ വെല്ലുവിളിക്കാൻ രംഗത്ത് വന്നിരിക്കുന്നത്. മലയാളികൾ പറഞ്ഞതുപോലെ തന്നെ ഇതൊന്നും ആയിരുന്നില്ലല്ലോ നീ മുമ്പ് പറഞ്ഞത് എന്ന് നമ്മൾ ഒന്നുകൂടെ അങ്ങോട്ട് ഓർമ്മിപ്പിക്കുകയാണ്. സിന്ധു നദിയിൽ കൈവച്ചാൽ സിന്ധു നദിയിലൂടെ ഇന്ത്യക്കാരുടെ രക്തമൊഴുക്കുമെന്ന് ബിലാവൽ ഭൂട്ടോയാണ് വെല്ലുവിളിച്ചത്. ആ ബിലാവൽ ഭൂട്ടോയെ ഒന്നും ഇപ്പോൾ കാണാൻ പോലുമില്ല. അവന്മാരുടെ ഒന്നും പൊടി പോലും ഇല്ല. ഒടുവിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിന് ഇന്ത്യയോട് അപേക്ഷിക്കേണ്ട ഗതികേടാണ് വന്നിരിക്കുന്നത്. സിന്ധു നദിയിൽ ഇന്ത്യ ഇറക്കുന്ന നീക്കം ജലസേചനം, ഊർജോൽപാദനം, ഭക്ഷ്യസുരക്ഷ, സാമ്പത്തിക സ്ഥിരത തുടങ്ങി വിവിധ മേഖലകളിൽ പാകിസ്ഥാനെ തവിട് പൊടിയാക്കും. ഇപ്പോൾ തന്നെ പ്രതിസന്ധികൾ രൂക്ഷമായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പാക് ഭരണകൂടത്തിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഒരു കത്ത് വന്നിരിക്കുന്നത്. കർഷകരെല്ലാവരും തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെ അനാവശ്യ നീക്കം നടത്തിയതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഗതികേട് വന്നിരിക്കുന്നത് എന്നുള്ള മുദ്രാവാക്യം വിളികൾ തന്നെ തെരുവിൽ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ.
പാകിസ്ഥാനിലെ കൃഷി പ്രധാനമായും സിന്ധു നദീതടത്തിലെ ജലത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. സിന്ധു, ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നീ നദികളാണ് ഈ മേഖലയിൽ ജലസേചനത്തിന്റെ പ്രധാന സ്രോതസ്സുകൾ. ഇതിൽ രവി, ബിയാസ്, സത്ലജ് എന്നീ കിഴക്കൻ നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കാണ്. പടിഞ്ഞാറൻ നദികളായ സിന്ധു, ഝലം, ചിനാബ് എന്നിവയുടെ ജലം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് 1960-ലെ കരാർ നിലനിന്നിരുന്നത്. കരാർ റദ്ദാക്കിയതോടെ പടിഞ്ഞാറൻ നദികളിലെ ജലത്തിന്റെ ഒഴുക്ക് ഇന്ത്യക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഇത് പാകിസ്ഥാനിലെ പഞ്ചാബ്, സിന്ധു തുടങ്ങിയ പ്രധാന കാർഷിക മേഖലകളിൽ ജലക്ഷാമത്തിന് കാരണമാകും. ഇപ്പോൾ പ്രതിസന്ധി രൂക്ഷമായിട്ടുണ്ട്. അതുകൊണ്ടാണ് കർഷകർ രംഗത്തേക്ക് വന്നതും പാക് ഭരണകൂടത്തെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നതും. അതായത് ജലക്ഷാമം ഇപ്പോൾ തന്നെ ഉടലെടുത്തു തുടങ്ങിയിട്ടുണ്ട്. ജലസേചനത്തിനാവശ്യമായ വെള്ളം ലഭിക്കാതെ വരുന്നത് വിളകളുടെ ഉൽപ്പാദനത്തെ കാര്യമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഭക്ഷ്യക്ഷാമത്തിലേക്കും കർഷകരുടെ വരുമാന നഷ്ടത്തിലേക്കും ഇടയാക്കും. അതുകൊണ്ടാണ് പാകിസ്ഥാന് ഇപ്പോൾ വേവല് തുടങ്ങിയിരിക്കുന്നത്. സിന്ധു നദീതടത്തിലെ ജലം ഉപയോഗിച്ച് പാകിസ്ഥാൻ നിരവധി ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിട്ടുണ്ട്. കരാർ റദ്ദാക്കിയത് ജലത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുകയും ഈ പദ്ധതികളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു തുടങ്ങിയിട്ടുമുണ്ട്. ജലവൈദ്യുതി ഉൽപാദനം കുറയുന്നത് രാജ്യത്തെ ഊർജ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് രാജ്യത്ത്, അതായത് പാകിസ്ഥാനിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇത് വ്യവസായങ്ങളെയും ഗാർഹിക ഉപഭോക്താക്കളെയും ഒരുപോലെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജലസേചനം തടസ്സപ്പെടുന്നത് കാർഷികോൽപാദനത്തെ ഗണ്യമായി കുറച്ചിട്ടുണ്ട്. ഗോതമ്പ്, നെല്ല്, പരുത്തി തുടങ്ങിയ പ്രധാന വിളകളുടെ ഉൽപാദനം കുറഞ്ഞത് രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായി മാറുന്നുണ്ട്. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത കുറയുകയും വില വർദ്ധിക്കുകയും ചെയ്യുന്നത് സാധാരണക്കാരുടെ ജീവിതത്തെ ദുസ്സഹമാക്കും. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. കൃഷി, ജലവൈദ്യുതി തുടങ്ങിയ പ്രധാന മേഖലകൾ തകർച്ചയെ നേരിട്ട് തുടങ്ങിയത് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് സമ്പദ് വ്യവസ്ഥ ആടി ഉലയുകയാണ്. കാർഷികോൽപാദനം കുറഞ്ഞത് കയറ്റുമതിയെ പ്രതികൂലമായി ബാധിക്കുകയും വ്യാപാര കമ്മി വർദ്ധിപ്പിക്കുകയും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഊർജ പ്രതിസന്ധി വ്യവസായങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുകയും തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇതെല്ലാം രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിരതയെയും വികസനത്തെയും വലിയ തോതിൽ തിരിച്ചടിക്കും. ഇതുമാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിലും പാകിസ്ഥാന് പ്രതിസന്ധികൾ ഉണ്ടാകും. ഏകപക്ഷീയമായി ഒരു അന്താരാഷ്ട്ര കരാർ റദ്ദാക്കുന്നത് പാകിസ്ഥാന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെ മോശമായി ബാധിക്കും. മറ്റ് രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധങ്ങളിലും ഇത് ഉലച്ചിലുകൾ സൃഷ്ടിക്കും. ജലവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അന്താരാഷ്ട്ര വേദികളിൽ കൂടുതൽ സങ്കീർണമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. ചുരുക്കത്തിൽ 1960-ലെ സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് പാകിസ്ഥാന് വിവിധ തലങ്ങളിൽ പ്രതിസന്ധികളും തിരിച്ചടികളും ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇത് രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ സ്ഥിരതയെ ഉലച്ചു തുടങ്ങിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ കാല് പിടിക്കാൻ ഇന്ത്യയെ എങ്ങനെയെങ്കിലും ഈ കരാർ പിൻവലിച്ചത് ആ നടപടി മാറ്റണം, ഇതിൽ ഉറച്ചു നിൽക്കരുത് എന്ന് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഒരു കത്ത് വന്നിരിക്കുന്നത്. ഈ കത്തിൽ ഇന്ത്യ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് കാത്തിരിക്കുകയാണ് രാജ്യം. എന്നാൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ മറ്റൊരു വാർത്ത കൂടി പങ്കുവയ്ക്കാനുള്ളത്, രാജസ്ഥാനിൽ ഇന്ത്യയുടെ അതിർത്തിക്കകത്തു നിന്നും BSF ജവാന്മാർ പിടികൂടിയ പാകിസ്ഥാൻ സൈന്യത്തിലെ റേഞ്ചറെ പാകിസ്ഥാന് കൈമാറിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ പിടിയിലായിരുന്ന BSF ജവാൻ PK ഷായുടെ മോചനത്തിന് പിന്നാലെയാണ് വാഗ അട്ടാരി അതിർത്തി വഴി പാകിസ്ഥാന്റെ സൈനികനെയും കൈമാറിയത്. PK ഷാ ഇപ്പോൾ BSFിലെ സഹപ്രവർത്തകർക്കൊപ്പമാണെന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ ഇന്ത്യൻ അതിർത്തി രക്ഷാസേന പുറത്തുവിട്ടിട്ടുണ്ട്. ഇരു രാജ്യങ്ങളിലെയും DGMOമാർ നടത്തിയ ചർച്ചയിലാണ് സൈനികരെ കൈമാറാനുള്ള തീരുമാനമുണ്ടായത്. എന്തായാലും പാകിസ്ഥാനെതിരെ ഇനിയും കടുത്ത നടപടികൾ തന്നെ തുടരും എന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല.